എൻ്റെ പേര് അശ്വതി. ഇതെൻ്റെ മകൾ നൈനിക. MES പബ്ലിക് സ്കൂൾ മോണ്ടിസോറി സീനിയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് മോണ്ടിസോറിനെ കുറിച്ച് പറയാനാണ്. മോണ്ടിസോറിയിൽ പോയത് പിന്നെ എൻ്റെ മകൾക്ക് വളരെയധികം വ്യത്യാസങ്ങൾ എനിക്ക് പഠനത്തിൽ കാണാൻ പറ്റി. പഠനത്തിൽ മാത്രമല്ല, ക്യാരക്ടറിലായാലും പേഴ്സണൽ ബിഹേവിയറിലായാലും വളരെ ചേഞ്ചസ് ഇവൾക്ക് വന്നിട്ടുണ്ട്. അവിടെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അപ്പോൾ ഓരോ കുട്ടിയുടെയും ടാലൻസ് മനസ്സിലാക്കി ആ കുട്ടിക്ക് എന്തൊക്കെ കഴിവുണ്ടെന്നും അത് പഠനത്തിൽ മാത്രമല്ല മറ്റുള്ള കലാകായികപരമായിട്ടുള്ള അതിലായാലും ഓരോ കുട്ടിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ് ആ കുട്ടിക്ക് വേണ്ട സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുകയും അവരെ നല്ല രീതിയിൽ ആക്ടിവിറ്റിയിലൂടെയും മെറ്റീരിയൽസിലൂടെയും പഠിപ്പിച്ച് നല്ല രീതിയിൽ വെൽ ട്രെയിൻഡ് ആക്കുന്ന ഒരു പഠന രീതിയാണ് മോണ്ടിസോറി എന്ന് പറയുന്നത്. എൻ്റെ മോൾക്ക് നന്നായിട്ട് നല്ല മാറ്റങ്ങൾ എനിക്ക് ഈ 2 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് സബ്ജക്റ്റ് വൈസ് ആയിക്കോട്ടെ, സബ്ജക്റ്റ് വൈസ് അല്ലാതെ തന്നെ വേറെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതായാലും ഗ്രൂപ്പ് വൈസ് ആയിട്ടുള്ളതും എല്ലാ ഇതിലും പഠന രീതിയിലും എൻ്റെ മോൾ നല്ല മികച്ച ഒരു ഇത് കാഴ്ചവെക്കുന്നുണ്ട്. സബ്ജക്റ്റ് വൈസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ മോണ്ടിസോറിയിലത്തെ മാത്സ് ആയാലും അഡീഷൻ, സബ്ട്രാക്ഷൻ, അതേപോലെ അവരെ കൗണ്ട് ചെയ്യിക്കുന്ന രീതി തന്നെ വളരെ വ്യത്യസ്തമാണ്. മെറ്റീരിയൽ കൂടെയും ആക്ടിവിറ്റി കൂടെയും അതേപോലെ തന്നെ ഗെയിംസിലൂടെയും ഒക്കെയാണ് അവർക്ക് മാത്സ് കൗണ്ട് ചെയ്യാനും അഡീഷൻ, സബ്ട്രാക്ഷൻ എല്ലാം തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് കാരണം അവർക്കൊരു മറവി എന്നതിലുപരി അവർക്ക് അത് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ളൊരു കഴിവ് അവർക്ക് കിട്ടുന്നുണ്ട്. അതല്ലാതെ കാണാതെ പഠിച്ച് അത് അങ്ങനെ എക്സാമിൽ എഴുതി വെക്കുക അങ്ങനെ ഒരു ഇത് അവർക്ക് വരുന്നില്ല. അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് വളരെയധികം സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് അവരെ പ്രൊനൗൺസ് ചെയ്യാനായാലും സ്പെല്ലിംഗ് വൈസ് ആയാലും നമ്മൾ സ്പെല്ലിംഗ് പറഞ്ഞു തരുന്നതൊക്കെ അവർ സൗണ്ട്സിലൂടെയാണ്. അതുപോലെ തന്നെ അവർക്ക് വേർഡ്സ്, ഇപ്പോൾ ഒരു വേർഡ് ബിൽഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണത് അത് വെച്ച് അവർ സൗണ്ട് വെച്ച് അവരത് അതിൻ്റെ സ്പെല്ലിങ് മനസ്സിലാക്കുകയും അത് എഴുതുകയും അത് വായിക്കാൻ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സെൻറ്റൻസ് ആയിക്കോട്ടെ അങ്ങനെ തന്നെയാണ്. സെൻറ്റൻസ് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് സൗണ്ട് വെച്ചിട്ട് എഴുതാനായാലും. അത് കാരണം എൻ്റെ മുകളിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ഞാൻ കാണുന്നുണ്ട്. അതുമാത്രമല്ല, മലയാളം ആയിക്കോട്ടെ, GK ആയിക്കോട്ടെ, എല്ലാ സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോഴും വളരെയധികം വ്യത്യസ്തമായ ഒരു പഠന രീതിയാണ് മോണ്ടിസോറിയിലുള്ളത്. ടീച്ചേഴ്സ് ആയാലും വെൽ സപ്പോർട്ടാണ്. എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കരമായ സപ്പോർട്ടാണ് നമുക്ക് നൽകുന്നത്. പേരൻസിനായിക്കോട്ടെ, കുട്ടികൾക്കായിക്കോട്ടെ, എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ട്. അത് കാരണം എന്തുകൊണ്ടും MES എന്ന് പറയുന്നത് മോണ്ടിസോറി വിഭാഗം വളരെ വളരെ നല്ലതാണ്. അതുമാത്രമല്ല, ഒരു ഇപ്പം മോൾക്കായാലും വീട്ടിൽ വന്നിട്ട് എന്താണ് ഇന്ന് എടുത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും നമുക്കതിൽ കൂടെ അവർ പറഞ്ഞും കൂടെ തരും. ഇങ്ങനെയാണ് നമ്മ പഠിച്ച രീതിയേ അല്ല മോണ്ടിസോറി ടീച്ചിങ് എന്ന് പറയുമ്പോൾ. അത് ഒരു ആക്ടിവിറ്റിയിൽ കൂടെ ഒക്കെ കാണിച്ചു കൊടുക്കുന്ന നേരം അവർക്ക് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുമ്പോഴും നമ്മൾ പാരൻസ് എന്നുള്ള നിലയിൽ നമ്മൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് MES പബ്ലിക് സ്കൂളിലെ മോണ്ടിസോറി വിഭാഗം എന്ന് പറയുന്നത് വളരെ വളരെ നല്ലൊരു ടീച്ചിങ് സ്റ്റാഫും എല്ലാം കൂടെയാണ് അവിടെയുള്ളത്.